മാർക്ക് ക്യാമ്പസ് സെർച്ചിൽ ഒരു മാനദണ്ഡമല്ല. ആ കംഫർട്ട് സോൺ, ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത ആൾക്കാർ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുക, പാഷൻ ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പഴിപ്പോകുന്ന കുട്ടികൾ നാട്ടിൽ നിന്നാലും പഴിപ്പോകും. നഴ്സിംഗ് പഠിക്കുന്ന ഒരു 90% ആൾക്കാരും എബ്രോഡ് ജോബ് അല്ലെങ്കിൽ യൂറോപ്യൻ മൈഗ്രേഷൻ, അതാണ് അവരുടെ പാഷൻ. കേരളത്തിൽ നഴ്സിംഗിന്റെ അഡ്മിഷനും പ്രതീക്ഷിച്ച് നിൽക്കണ്ടെന്ന് തന്നെയാണ്. അതെ, പ്ലസ് ടു കഴിഞ്ഞ് ഏതൊരാൾക്കും കരിയറിനെ പറ്റി ഡൗട്ട്സ് അല്ലെങ്കിൽ കോഴ്സ് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഡൗട്ട്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫ്രീ ആൻഡ് കോൺഫിഡൻ്റ് ആയി ആക്സസ് ചെയ്യാൻ പറ്റുന്ന AI-powered സെർച്ച് പോർട്ടലാണ് ക്യാമ്പസ് സെർച്ച്. ആസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് ക്യാമ്പസ് സെർച്ച്, ആ ഒരു മൈൽ സ്റ്റോൺസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഓക്കെ, 2008 ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആയിട്ട് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാമ്പസ് സെർച്ചിൻ്റെ ആദ്യത്തെ പേര് ഇതായിരുന്നില്ല. ഞങ്ങളിത് 2021 റീബ്രാൻഡ് ചെയ്ത് ക്യാമ്പസ് സെർച്ച് എന്ന ഒരു AI-powered പോർട്ടലിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്യാമ്പസ് സെർച്ച് എന്ന് പറയുന്നത് ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇപ്പോൾ അതർ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ എബ്രോഡൊക്കെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് കോളേജ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനാണ് ഈ ക്യാമ്പസ് സെർച്ച് എന്ന് പറയുന്നത്. മെയിനായിട്ടും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്നുള്ള 60% സ്റ്റുഡൻസിനും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഞങ്ങളുടെ പാഷൻ ആ കോഴ്സ് തന്നെയാണോ, ചിലപ്പോൾ ഇന്ന സബ്ജക്റ്റ് എടുത്ത ഒരു സയൻസ് സ്ട്രീം അല്ലെങ്കിൽ അതർ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തവർക്ക് അവരുടെ പാഷൻ വേറെ ഏതെങ്കിലും കോഴ്സ് ആയിരിക്കും. ആ കോഴ്സ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് അഡ്മിഷൻ കിട്ടുമോ, ആ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അത് ബെസ്റ്റ് കോളേജ് ആണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതെ, അതിനുള്ള ഒരു മെയിൻ സൊല്യൂഷനാണ് ക്യാമ്പസ് സെർച്ച് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരുടെ കരിയർ ഗൈഡൻസ്. ഫസ്റ്റ് ഒരു കാൻഡിഡേറ്റ് ഞങ്ങളെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വാട്സപ്പിൽ തന്നെ ഞങ്ങൾക്ക് AI-powered വാട്സപ്പ് ചാറ്റ് ബോട്ട് ഉണ്ട്. അതിൽ ത്രൂ തന്നെ നമുക്ക് അവർക്ക് എനി ടൈം 24/7 അവർക്ക് ഡൗട്ടുകൾ ചോദിക്കാം. കോളേജസ് എവിടെയൊക്കെയാണ് സെർച്ച് ചെയ്യാൻ പറ്റും വാട്സപ്പിൽ കൂടെ തന്നെ. അതിപ്പോൾ ഡെവലപ്മെന്റ്, അതെ, AI ആൻഡ് ഹ്യൂമൻ, നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് മിക്സപ്പ് ചെയ്തിട്ടായിരിക്കും അത് ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ എന്താണ് അവരുടെ പാഷൻ, മാർക്ക് ക്യാമ്പസ് സെർച്ചിൽ ഒരു മാനദണ്ഡമല്ല. അതെ, അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആപ്റ്റ് ആവുന്ന കോഴ്സ് ചൂസ് ചെയ്യുക ചെയ്യുന്നത്. ആ കോഴ്സ് ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഉപയോഗം ഉണ്ടോ എന്നും കൂടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ പാഷനിന് കോഴ്സ് ഉണ്ടാവും, പക്ഷെ അത് ഇപ്പം ട്രെൻഡിങ് ആയിരിക്കും. ഫ്യൂച്ചറിൽ അതിന് സാധ്യതകൾ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. പാഷൻ മാത്രമായിരിക്കും വരുന്നത്. പക്ഷെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സ്പെർട്ട് കരിയർ കൗൺസിലിംഗ് ടീം തന്നെയുണ്ട്. നമുക്ക് കേരളത്തിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം വാട്സപ്പ് ത്രൂവും കൊടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ത്രൂവും ഞങ്ങൾ കൊടുക്കുന്നതാണ്. അത് ഫ്രീ ഓൺ കോസ്റ്റ്. അതെ, അതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ് സെർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കോളേജസ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാക്കൽറ്റി, അവരുടെ ഫെസിലിറ്റീസ് എന്താണ്, ആ കോളേജിൽ ഈ കോഴ്സ് നടത്താൻ പറ്റിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങളുടെ ടീം തന്നെ അത് വെരിഫൈ ചെയ്യും. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ പേപ്പറും കാര്യങ്ങളൊക്കെ അപ്രൂവ്ഡ് ആണോ, അപ്രൂവ്ഡ് അല്ലേ, അത് പെൻഡിങ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഫുൾ ക്ലാരിറ്റി ഈ സ്റ്റുഡൻസിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റിൽ എൻ്റെ ഒരു അപ്പുറം പറയാൻ 90% സ്റ്റുഡൻസ് ഈ സ്കോളർഷിപ്പുകളൊന്നും അപ്ലൈ ചെയ്യാറില്ല, അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇന്ത്യയിൽ തന്നെ പല പ്രൈവറ്റ് സെക്ടർ ആയാലും സ്പോൺസർഷിപ്പ് ആയിട്ടായാലും CSR ഫണ്ടുകളായിട്ടായാലും ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ആരും ഇത് അപ്ലൈ ചെയ്യുന്നില്ല. അതിന് മാർക്ക് ചിലപ്പോൾ ഒരു മാനദണ്ഡം പോലും അല്ല. നമുക്ക് അല്ലാതെ തന്നെ ഈ സ്കോളർഷിപ്പുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പത്തികം കുറവുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫിനാൻസും നമുക്ക് ഒരു പ്രശ്നമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആക്ച്വലി ഇത് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നില്ല, എത്തുന്നില്ല. അതെ, ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ച്
അങ്ങ് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിന് മാറ്റുക എന്നുള്ളതാണ് ക്യാമ്പസ് സെർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. സാർ ഇപ്പോൾ ഈ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പോൾ Okay. സയൻസ് എടുത്ത സ്റ്റുഡൻസിന് എന്ത് കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എടുത്തവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കരിയർ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ക്യാമ്പസ് സെർച്ച് എന്താണ് ഓഫർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്? കരിയർ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതർ സ്ട്രീം എടുത്ത ആൾക്കാർക്ക് പോലും അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് അവർ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ കേസ് വരുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു മാർക്ക് ബേസ്, മെറിറ്റ് ബേസ് എന്നുള്ള ഒരു ഓൾഡ് മെത്തേഡിലാണ് സ്റ്റിൽ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്കാർക്ക് കേരളത്തിൽ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടുന്നുണ്ട്. ഇതിൽ അവിടെ ഒരു പ്രോബ്ലം എന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരുപാട് കോഴ്സസും കോളേജസിൽ അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഉണ്ടെങ്കിൽ പോലും ഫെസിലിറ്റീസ് ഇല്ല, ഫാക്കൽറ്റീസ് ഇല്ല, അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഡിഗ്രിയുടെ കേസൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് സ്റ്റുഡൻസ് പാസ്സായി ഇറങ്ങുന്നുണ്ട്, ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അവരൊരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് എത്ര പെർസെൻറ്റേജ് ഇറങ്ങുന്നുണ്ട്? സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ്. അതെ, ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രം. അതൊരു നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ്. അത് ഇപ്പോൾ 2013-14 ഒരു സിലബസ് അപ്ഡേറ്റ് വന്നത് തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് നമുക്ക് വേറെ ഏതെങ്കിലും അഡ്വാൻസ്ഡ് കോഴ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റുകളിൽ ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കത് കറക്റ്റായിട്ടൊരു ഗൈഡൻസ് കിട്ടിയാൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ തന്നെ, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് എനി സ്ട്രീം മതി. ഇപ്പോൾ ജനം കഴിഞ്ഞിട്ട് നമുക്കത് ബി എസ് സിയിലേക്ക് 2 ഇയർ പ്രോഗ്രാം, 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം കഴിഞ്ഞ് 2 ഇയർ പോസ്റ്റ് ബി എസ് സി കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബി എസ് സി ആയി, ഇക്വലൻ്റ് ആയി. ഒരുപാട് പേർക്ക് അറിയില്ല. അതെ. പിന്നെ ബി സി അല്ലെന്നുണ്ടെങ്കിൽ വേറെ പ്രോഗ്രാമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അതർ സ്റ്റേറ്റുകളിൽ എനി സ്ട്രീം പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്സ് സബ്ജക്റ്റ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അതും അതർ സ്ട്രീമുകൾക്ക് പഠിക്കാൻ പറ്റും. ഒരു എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്കെ ക്രാക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാനുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് കണ്ടുപിടിക്കുന്നില്ല. അതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്. അത്രയും ബ്രേക്ക് ചെയ്യാണ്. അതെ. ഫോളോ യുവർ പാഷൻ ഫോളോ ചെയ്യാൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. അപ്പം കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ മാർക്ക് കുറവായതുകൊണ്ട് അവർക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഏതെങ്കിലും വേറെ കോഴ്സ് ആയിരിക്കും ഫോഴ്സ്ഡ് ആവുന്നവരെ എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്യാമ്പസ് സെർച്ച് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ? ക്യാമ്പസ് സെർച്ചിൽ മാർക്ക് ഒരു മാനദണ്ഡമേ അല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു പോയി. ഇപ്പൊ കേരളത്തിലാണ് ഈ മാർക്ക് ബേസിലൊക്കെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നത്. ആ ഒരു സിസ്റ്റം തന്നെ സത്യം പറഞ്ഞാൽ മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം പേഴ്സണൽ. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമേ ഫുള്ളി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറവുള്ള ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുന്നില്ലേ? ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾക്കാർ എത്ര പേര് വിജയിച്ചിട്ടുണ്ട് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട്? ഈ 50% മാർക്ക് വാങ്ങിയ ആൾ ഇപ്പോൾ ടോപ്പ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് നടത്തുന്നുണ്ട്. മാർക്ക് സത്യം പറഞ്ഞാൽ ഒരു മാനദണ്ഡമല്ല. അതായത് +2 ഡിഗ്രി മാർക്കുള്ള ഒരു മാനദണ്ഡമേ അല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇതൊരു അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ സ്റ്റിൽ ഒരു ക്രൈറ്റീരിയ മാർക്ക് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് ഞങ്ങൾ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. ഈ മാർക്ക് കുറഞ്ഞ ആൾക്കാരായാലും അതിന് ആപ്റ്റായിട്ടുള്ള അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളുണ്ട്. അത് അവർ കണ്ടെത്തിയാൽ മാത്രം മതി. അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ക്യാമ്പസ് സെർച്ച് ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അവർക്ക് മാർക്കൊരു മാനദണ്ഡമില്ല, അത് വിട്ടേക്ക് അവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുക, പാഷൻ ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമ്മൾ മെയിനായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഓഫ് കോഴ്സ് നമ്മൾ ആ ക്യാമ്പസ് ചെക്ക് ചെയ്തിട്ട് അവിടെ എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സ്പോഷർ കൂടാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ അഷ്യൂർ ചെയ്യുന്നത്? ഓരോ കോളേജസിലും ഓരോ കോഴ്സിനും ഓരോ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ അപ്രൂവലുകളെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 700ഓളം കോളേജസ് ഉണ്ട്. അതിൽ തന്നെ ഐക്കാർ അപ്രൂവ്ഡ് കോളേജസ് 70+ ഉള്ളൂ. 70+. അതെ. ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗിന് INC
പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏതാണോ, കർണാടകയാണെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്, രാജീവ് ഗാന്ധി അങ്ങനെ പോയ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഏത് യൂണിവേഴ്സിറ്റിയാണോ അതിൻ്റെ അഫിലിയേഷൻസ്, ഈ 3 അഫിലിയേഷൻസാണ് നേഴ്സിങ്ങിന് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഡിപ്ലോമയാണെന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഇപ്പോൾ INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻസ് വേണ്ടാന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ സുപ്രീം കോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ INC ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ അത് നിർബന്ധമില്ല. നമുക്ക് നേരത്തേക്ക് ബാംഗ്ലൂരിന് മാത്രം മതിയായിരുന്നു ഈ INC എന്നുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോഴ്സിനും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ കേരള ഗവൺമെൻറ് കുഹാസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ അതർസ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നഴ്സിംഗ് വരുന്നുണ്ട്. അപ്പോൾ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിലായിരിക്കും ഈ കോഴ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഏതാണോ എന്നുള്ളത്, ബെറ്റർ യൂണിവേഴ്സിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക നഴ്സിംഗ് കൗൺസിലിൽ. പിന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, ഈ 3 അപ്രൂവലുകളാണ് നഴ്സിംഗിന് വരുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ AICTയുടെ അപ്രൂവലുകളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഫാർമസിക്ക് ആണെങ്കിൽ AICT അപ്രൂവലുകളുണ്ട്. അങ്ങനെ ഓരോ കോഴ്സിനും അപ്രൂവലുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ AI കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ബേസ്ഡ് AI കോഴ്സുകൾ കേരളത്തിൽ എത്ര കോളേജസിലുണ്ട്? എൻജിനീയറിംഗ് ഉണ്ട്, ഡിഗ്രി കുറച്ച് കോളേജിലുണ്ട്. പക്ഷേ എത്രത്തോളം അത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്? പ്യൂർ AI പഠിപ്പിക്കുന്ന എത്ര ഡിഗ്രി കോളേജസ് ഉണ്ട്? കുറവാണ്. കുറേ കോളേജസിൽ ആഡ് ഓൺ പ്രോഗ്രാമായിട്ടാണ് ഈ AI പഠിപ്പിക്കുന്നത്. BB with AI എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് ഓൺ പ്രോഗ്രാമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പഠിച്ചാലും ആക്ച്വലി AI എന്നുള്ള കോഴ്സ് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതർ സ്റ്റേറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് എക്സ്പോഷറുകൾ, നല്ല നല്ല കോളേജസ് ഉണ്ട്. നമ്മളത് റൈറ്റായിട്ട് കോളേജ് ചൂസ് ചെയ്ത് പഠിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അത് നമുക്ക് ആ കോഴ്സ് പഠിക്കാൻ ഒരു പാഷനും കൂടെ വേണം. ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മുടെ മാമന്മാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരോ പറയുന്നത് കേട്ടിട്ട് ചൂസ് ചെയ്ത് നിങ്ങളുടെ കരിയർ വേസ്റ്റ് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതേപോലെ സ്റ്റുഡൻസിന്റെ വേറൊരു കൺസേൺ ആണ്, ബെറ്റർ മാർക്കൊക്കെ ഉണ്ട് പക്ഷെ അഡ്മിഷൻ കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് ലേറ്റ് അഡ്മിഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്യാമ്പസ് സെർച്ച് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ലേറ്റ് അഡ്മിഷൻസിനൊക്കെ? ഈ ലേറ്റ് അഡ്മിഷൻ മെയിനായിട്ട് വരാൻ ചാൻസ് ഇന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഈ ലേറ്റ് അഡ്മിഷൻ കൂടുതലായിട്ടും ഞാൻ കണ്ടുവരുന്നത് ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ. ഇപ്പോൾ ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ ലാസ്റ്റ് ഇയർ ഗവൺമെൻറ് മെറിറ്റ് 95-94% മാർക്കുള്ള ആൾക്കാർക്കായിരുന്നു കേരളത്തിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഇപ്പോൾ എന്തായാലും ഒരു 85 വരെയാണ് വന്ന് നിന്നത്. അതിൽ താഴെയുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടിയത് ചുരുക്കമാണ്. അപ്പോൾ അതിൽ താഴെ ഈ വർഷം എന്തായാലും ഒരു 80 താഴെയുള്ള ഒരു കേരളത്തിൽ നേഴ്സിംഗിൻ്റെ അഡ്മിഷനും പ്രതീക്ഷിച്ച് നിൽക്കണ്ടെന്ന് തന്നെയാണ്. അതെ, അവർക്ക് ഇപ്പോഴും അതർ സ്റ്റേറ്റുകളിൽ നല്ല കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അവയർനെസ് ഇല്ലാണ്ട് കേരളത്തിൽ അപ്ലൈ ചെയ്തിട്ട് കേരളത്തിൽ കിട്ടുമെന്ന് കരുതി സ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് ആണ്, അതർ കോഴ്സുകളാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിൽ എത്ര പെർസെൻറ്റേജിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ളൊരു റിസർച്ച് നടത്തിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിലെ ഒരു കോളേജിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. റിസ്ക് എടുക്കാൻ നിൽക്കരുത് തന്നെ. നമുക്ക് ഒരു വർഷം എന്ന് പറയുന്ന ഒരു വർഷമാണത്. അത് പോയി ഒരു വർഷം കൂടെ നമുക്ക് എക്സ്ട്രാ ജോബ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്താൽ നമുക്ക് അത്ര റവന്യൂ കൂടെ നമുക്ക് വരുവാണ്. നമുക്കത് സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യാം നമ്മുടെ കരിയർ. പിന്നെ നമുക്കിപ്പോൾ നീറ്റ് കീം അങ്ങനെയുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതി ചിലപ്പോൾ റിപ്പീറ്റ് ആവാറുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരും ഇത് ഇങ്ങനെ റിപ്പീറ്റിൽ പോകുന്നുണ്ട്. നമുക്ക് ഒരു തവണ എഴുതുമ്പോൾ അറിയാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് എൻ്റെ പാഷനാണോ, അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇത് ചൂസ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ ഫോളോ ചെയ്ത് പോകരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കോഴ്സ് പഠിക്കാനേ ഇഷ്ടം ഉണ്ടാവില്ല, മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അവരുടെ പാഷൻ വേറെ ആയിരിക്കാം. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഈ എൻട്രൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. പലർക്കും പല
ഓപ്ഷൻസ് ആവും. ഇത് കേൾക്കുന്ന പലർക്കും പല ഇതുണ്ടാവും. പക്ഷെ ഇങ്ങനെ പേഴ്സണലി ഞങ്ങൾക്ക് കൗൺസിലിംഗ് വരാറുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ഓപ്പണായിട്ട് പറയുന്നത്. എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് പറയാണ്. അതെ അതെ അതെ. നമ്മുടെ ക്യാമ്പസ് സെർച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നഴ്സിംഗിനാണ്. അപ്പം ഇനി അപ്കമിങ് നഴ്സിംഗ് സ്റ്റുഡൻസിന് നമ്മൾ നൽകുന്ന അഷുറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ഡാറ്റ വെച്ച് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് 2 lakh above സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ തന്നെ സയൻസ് സ്ട്രീം നേഴ്സിംഗിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 140, 120 above എന്തായാലും 100,000 പുറത്തുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ സീറ്റ് എക്സ്ട്രാ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. മാക്സിമം ഒരു 10,000 സീറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഒരു ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു വേറൊരു സൈഡാണ്. നമുക്ക് ക്വാളിഫൈഡ് നഴ്സുമാരുടെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതി അത് വേറൊരു സൈഡാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു ഗ്യാപ്പ് കിടക്കുകയാണ്. അറൗണ്ട് ഒരു 60,000 എബോ ആൾക്കാർ സ്റ്റിൽ നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു പാഷനേറ്റ് ആയിട്ടല്ല അവർ അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? പഠിക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതർ സ്റ്റേറ്റുകളിൽ നല്ല കോളേജസ്, റൈറ്റ് ആയിട്ടുള്ള കോളേജസ്, അപ്രൂവലുള്ള ഫെസിലിറ്റി ഉള്ള കോളേജസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പാരൻസിന് കൺസേൺ ഉണ്ടാകും. നമ്മൾ അതർ സ്റ്റേറ്റുകളിൽ വിട്ടാൽ കുട്ടികൾ പഴിപ്പോകുന്ന കുട്ടികൾ നാട്ടിൽ നിന്നാലും പഴിപ്പോകും. പക്ഷേ അതർ സ്റ്റേറ്റുകളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ബെറ്റർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയൊക്കെയാണ് ഇന്ത്യയിൽ ടോപ്പ് റാങ്കിങ്ങിലൊക്കെ കേരളത്തിനേക്കാളും എബോവിൽ നിൽക്കുന്നത്. അവിടെ സിലബസ് ആയാലും ഫെസിലിറ്റീസ് ആയാലും ഏറ്റവും കൂടുതൽ എബ്രോഡ് ജോബുകൾ ഈ നഴ്സിംഗ്, ഞാൻ സത്യസന്ധമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു 90% ആൾക്കാരും എബ്രോഡ് ജോബ് അല്ലെങ്കിൽ യൂറോപ്യൻ മൈഗ്രേഷൻ, അതാണ് അവരുടെ പാഷൻ. അതെ അതെ അതെ, അത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ജോബ് മാത്രമല്ല കേട്ടോ. നമുക്കിതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡ് പഠിക്കാൻ പറ്റും, പിന്നെ ഇതിൽ റിസർച്ചിൽ പോകാൻ പറ്റും, ലെക്ചറായിട്ട് കയറാൻ പറ്റും. ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലെക്ചറായിട്ട് കോളേജുകളിൽ പഠിപ്പിക്കാൻ പറ്റും. MSc കൂടെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടെ നല്ല പ്രിൻസിപ്പൽ പോസ്റ്റിൽ, നല്ല ഹയർ പോസ്റ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് MSc നഴ്സിംഗ് എന്തായാലും മാൻഡേറ്ററി ആണ്. ഇപ്പോൾ നമുക്ക് ഒരു അതർ സ്ട്രീമാണ് പഠിച്ചതെങ്കിൽ പോലും നമുക്ക് ജനറൽ നഴ്സിംഗ് എടുത്തിട്ട് പോസ്റ്റ് BSc ചെയ്ത് MSc പഠിക്കാൻ പറ്റും. പിന്നെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ജോബാണ്. ജോലി കിട്ടാൻ ഒരു പാടുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ സാലറി ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല ബെറ്റർ സാലറി വരുന്നുണ്ട്. ഇപ്പോൾ എബ്രോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പാക്കേജാണ് അതർ കോഴ്സുകൾ പഠിക്കുന്നതിനേക്കാളും. പിന്നെ മൈഗ്രേഷൻ ചെയ്യാനും ഈസി ഹെൽത്ത് കെയർ സെക്ടർ പഠിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാരാണ് കാനഡ, യൂറോപ്പ്, UK, അയർലൻഡൊക്കെ മൈഗ്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ട്രൂവേ എന്നൊരു കൺസൾട്ടൻസി ഉണ്ട് ഈ നഴ്സിംഗ് മൈഗ്രേഷൻ ചെയ്യുന്ന. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ നഴ്സിംഗ് ആൾക്കാരാണ് അതർ സ്റ്റേറ്റിലോട്ട് അതാണ് സത്യം. ആരെങ്കിലും കമൻറ്റില്ല അതല്ല എന്ന് പറഞ്ഞാലും നഴ്സിംഗ് ഒരു എവർഗ്രീൻ കോഴ്സ് തന്നെയാണ്. അത് എന്തായാലും ഒരു 50 വർഷത്തേക്ക്, ഇനിയിപ്പോൾ AI വന്നാലും റോബോട്ട് വന്നാലും ഒരു നഴ്സിൻ്റെ ആവശ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. സക്സസ്ഫുൾ കരിയറാണ് അഷ്വർ ചെയ്യുന്നത്. ഈ റോബോട്ടിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരു നഴ്സ് വേണം. ഹെൽത്ത് കെയറിൽ റോബോട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ട്രെയിൻ ചെയ്യാനും നഴ്സ് വേണ്ടേ, ഡാറ്റ കൊടുക്കാൻ വേണ്ടേ. എന്തായാലും ഒരു 50 വർഷത്തേക്ക് നഴ്സിംഗ് കരിയർ സേഫാണ്. അത് എഴുതിത്തരാം. ബാക്കിയുള്ള AIക്ക് വന്ന് ബാക്കിയുള്ള കരിയർസിൽ ജോബ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് സ്റ്റിൽ കരിയർ സേഫ് ആണ്. അപ്പം ഈ ജനറൽ നഴ്സിംഗ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്. അപ്പം ഈ ജനറൽ നഴ്സിംഗ് പഠിച്ച നമുക്കറിയാം, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് BSc നഴ്സിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേ സ്കെയിൽ കുറവാണ്. അപ്പം ഈ ജനറൽ നഴ്സിംഗ് പഠിച്ച ഒരാൾക്കും BSc നഴ്സിംഗ് സെയിം ആ ഒരു പേ സ്കെയിലിൽ എത്തിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഉടനെ തന്നെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പോസ്റ്റ് BSc നഴ്സിംഗ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞ് 2 year പ്രോഗ്രാമാണ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 year പ്രോഗ്രാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് BScക്ക് തത്തുല്യമായി. അവർക്ക് വേണമെങ്കിൽ MSc പഠിക്കാം, MSc കഴിഞ്ഞാൽ PhDക്ക് പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പോസ്റ്റ് BSc കഴിയുമ്പോൾ തന്നെ അവരുടെ പേ സ്കെയിൽ BSc നഴ്സിംഗിൻ്റെ തത്തുല്യമായ പേ സ്കെയിലോട്ട് മൈഗ്രേറ്റ് ആകും. ഇപ്പോൾ GCC കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർ മാൻഡേറ്ററി പോസ്റ്റ് BSc എടുക്കുന്നത് ബെറ്റർ ആണ്. ബെറ്റർ അല്ല, മാൻഡേറ്ററി എടുക്കുന്നതാണ് നല്ലത്. അത് അത്രയും പേ സ്കെയിൽ ഗ്യാപ്പ് ഉണ്ട്.
ഇപ്പോൾ പോസിബിലിറ്റി ഇപ്പോൾ ഒരു പണ്ടൊക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഏജ് ഗ്യാപ്പ് പോലും ഇല്ല. പോസിബിലിറ്റി നമുക്ക് ഈസിലി നമുക്ക് എടുക്കാൻ പറ്റും. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏജിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 2 ഇയർ ഒക്കെ ആയി. ഇപ്പോൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഇത്ര 47 അല്ലെങ്കിൽ 44 എത്രയാണ് കറക്റ്റ് അറിയില്ല. ആ ഒരു ഏജ് കഴിഞ്ഞ് നമുക്ക് പോസിബിലിറ്റി പഠിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ഏജ് ഗ്യാപ്പ് എന്നുള്ളൊരു ഇഷ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചിട്ട് ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് BSc ആക്കാൻ ഇപ്പോൾ ജിസ് കൺട്രീസിലൊക്കെ നിർബന്ധമായി വരുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും പോസിബിലിറ്റി ഇപ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അവിടെ പാക്കേജ് BSc നഴ്സിംഗിൻ്റെ പാക്കേജിലോട്ട് ലൈഫ് കുറച്ചുകൂടി സേഫ് ആണ്. അതെ 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 എന്തായാലും സെയിം പണി തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളി അഡ്വാൻസ്ഡ് കോഴ്സുകളുടെയൊക്കെ ഒരു കാലമാണല്ലോ. ഇപ്പം നമ്മൾ BCom നോക്കുകയാണെങ്കിൽ, BBA നോക്കുകയാണെങ്കിൽ BBA ഏവിയേഷൻ വിത്ത് വിർച്വൽ റിയാലിറ്റി അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ക്യാമ്പസ് സെർച്ചും ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ക്യാമ്പസ് സെർച്ച് മെയിൻലി ഒരു പാഷൻ അനുസരിച്ചിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പോൾ ട്രെൻഡിങ് എന്താണെന്നല്ല ഞങ്ങൾ നോക്കുന്നത്. ഇത് പഠിച്ച് എന്തായാലും കഴിയുമ്പോൾ 3 ഇയർ കഴിയും. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ അത് അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ അപ്രോച്ച് പോകുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ് എപ്പോഴും ഞങ്ങൾ അവർക്ക് സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ തന്നെ അത് പറയുന്നത് കേരളത്തിലൊക്കെ തന്നെ അങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ ഇനി വരണമെന്നാണ്. സ്റ്റിൽ ഒരുപാട് ഡിഗ്രി പ്രോഗ്രാമുകൾ ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ആഡ് ഓൺ പ്രോഗ്രാമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ആക്ച്വൽ ഒരു കോഴ്സിൻ്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തന്നെയാണ്. പക്ഷേ ആ വാല്യൂ ആഡഡ് പ്രോഗ്രാമായിട്ട് ആടെങ്കിലും ചെയ്തല്ലോ, അതൊരു സമാധാനം. പക്ഷേ അതർ സ്റ്റേറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഫുൾ കോഴ്സായിട്ട് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതൊക്കെ കേരളത്തിൽ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അതും വാല്യൂ ആഡഡ് പ്രോഗ്രാമായിട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി പ്രോഗ്രാം കേരളത്തിലെ സിലബസൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. 2014 തോന്നുന്നു ലാസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതർ സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കാരണം ട്രെൻഡിനനുസരിച്ചിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുവാണ്. അവരത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കേരളത്തിൽ പഠിച്ച ഒരാളാണെങ്കിലും അതർ സ്റ്റേറ്റിൽ പഠിച്ച ആളാണെന്നുണ്ടെങ്കിലും ജോബിൻ്റെ പേ സ്കെയിൽ വെച്ച് തന്നെ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ നല്ല കമ്പനികളിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് കേരളത്തിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഡാറ്റ വെച്ച് ചെക്ക് ചെയ്യുക ആയിട്ടുള്ള ആൾക്കാർ ഒരു 20% താഴെ മാത്രമായിരിക്കും. ബാക്കി ഒരു 80% സ്റ്റിൽ ഒരു നോളജ് സ്കിൽ ഗ്യാപ്പ് ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന സ്കിൽ കോഴ്സുകൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സ്കില്ല് ആണ് ഇനി ഇമ്പോർട്ടൻ്റ്. സ്കിൽഡ് കോഴ്സുകൾ പഠിക്കുക, അതിൽ കരിയർ ഗ്രോത്ത് ചെയ്യുക, അതിൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ സയൻസ് സ്ട്രീം കഴിഞ്ഞവർക്ക് തന്നെ നമുക്ക് BCAയുടെ അഡ്വാൻസ് പ്രോഗ്രാമുകളുണ്ട്. BCA ഫുൾ കോഴ്സുകളൊക്കെ തന്നെയുണ്ട് അതർ സബ്ജക്റ്റുകളിൽ. പിന്നെ ഇപ്പോൾ സയൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് BBA വിത്ത് AI, BCom വിത്ത് AI അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ACCA ഉള്ള പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എത്രത്തോളം കോഴ്സിൻ്റെ കംപ്ലീഷൻ പെർസെൻറ്റേജ് വരുന്നുണ്ട്, എത്ര പേര് അത് പാസ്സാവുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു കോഴ്സ് ട്രെൻഡിങ് ആണെന്ന് കരുതിയിട്ട് പോയി ചൂസ് ചെയ്യരുത്. അതെ 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 അതെ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, നമ്മുടെ ഒരു 3 ഇയർ നമ്മുടെ കരിയറിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. 10ാം ക്ലാസ് തൊട്ടേ കേൾക്കും ഇതാണ് നിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്, ഇതാണ് നിൻ്റെ ഭാവി എന്ന് 10ാം ക്ലാസ് തൊട്ടേ നമ്മൾ തുടങ്ങും. പക്ഷെ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഒരു ജോബ് എന്നുള്ളൊരു ഇതിലേക്ക് പോകുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടായാലും നമുക്കൊരു സ്കിൽ കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. പക്ഷെ എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, ഡിഗ്രി ആ ഒരു കോളേജ് ലൈഫ് നമ്മൾ തോറ്റാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുക, അവിടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ ഒരുപാട് ഇപ്പോൾ +2 എൻ്റെ കമ്പനിയിൽ തന്നെ +2 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. രണ്ടുപേരുടെ മെച്യൂരിറ്റി ലെവല് ഡിഫറെൻ്റ് ആണ്, ഹ്യൂജ് ഡിഫറൻസ്. അതെ. പക്ഷേ അവിടെ സ്കിൽ എന്നുള്ള രീതിയിൽ രണ്ടും ഓക്കെയാണ്. അപ്പം +2 കഴിഞ്ഞിട്ടാണ് സ്കിൽ കോഴ്സ് ചെയ്തിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും.
പക്ഷെ ഒരു ഡിഗ്രിയും കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മെച്യൂരിറ്റി ലെവൽ, ഒരുപാട് കണക്ഷൻസ്, നെറ്റ്വർക്ക്, ആ ഒരു കോളേജ് ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് പാസ്സാവുകയോ ഫെയിലാവുകയോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ആ ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ്, ഇപ്പോൾ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കും. ഇത്രയും നാളെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുമ്പോഴേ നമ്മൾ ജീവിതം പഠിക്കുള്ളൂ. അത് കംഫർട്ട് സോൺസ് അതെ, ഒക്കെ ഞാൻ ബാംഗ്ലൂർ പഠിച്ച ഒരാളാണ്. നമ്മൾ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കും. എങ്കിലും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങി പോവും. നമ്മൾ പുറത്ത് അങ്ങനെ ആ കംഫർട്ട് സോൺ, ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത ആൾക്കാർ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്.